എന്നിട്ട് പഠിച്ചവൻ ഒന്നും കൂടി ഉറപ്പിച്ചു പറയാ, നിങ്ങൾക്ക് സമാധാനം വേണോ? അല്ല, ശ്രദ്ധിക്കണേ. ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ മനസ്സുകൾക്ക് അടക്കമുണ്ടാകുന്നത് റബ്ബിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടാ, ഇണയെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടല്ല, ഭർത്താവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടല്ല, മക്കളെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടല്ല. മഗ്രിബ് പോലും നമസ്കരിക്കാതെ ഏതൊരു കുടുംബത്തിന്റെ പച്ചപ്പിന് വേണ്ടിയാണോ ഇപ്പോഴും കടയിൽ ജോലി ചെയ്യുന്നത്, ആ ജോലിയെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടല്ല. എന്ന് പാതിരാത്രിക്ക് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അവരവന്റെ കയ്യിൽ മിഠായി പൊതി, ചോക്ലേറ്റിന്റെ പൊതി, ലഡുവിന്റെ പൊതി, ഏതെങ്കിലും മധുര പലഹാരങ്ങളുടെ പൊതി അവനവന്റെ മക്കളുടെ കയ്യിലേക്ക് നൽകുമ്പോ ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരിയില്ലേ, അതിലല്ല സമാധാനമെന്ന് പടച്ച റബ്ബ് പഠിപ്പിച്ചു പോവുകയാ. അള്ളാഹു പഠിപ്പിച്ചു പോണ സമാധാനത്തിന്റെ വഴി എന്തറിയോ? ബിദിക്രില്ലാഹ്. പടച്ച റബ്ബിനെ ഓർക്കുന്നിടത്ത് മാത്രമാണ് സമാധാനമുള്ളത്. അള്ളാഹുവിനെ ഓർക്കുന്നിടത്ത് മാത്രം സമാധാനം. നോക്കണം നിങ്ങൾ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാനുള്ള ഏക വഴി എന്താ? അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ്. പടച്ചോനെ ഓർത്ത് ജീവിക്കുക എന്നത്. എന്താ വേണ്ടത്? സമാധാനമാണ്. എന്താ വേണ്ടത്? സ്വസ്ഥതയാണ്. എന്താ വേണ്ടത്? ആശ്വാസമാണ്. എന്താ വേണ്ടത്? സുഖസമ്പൂർണമായ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ്. പക്ഷേ സ്വത്തുണ്ടായിട്ടും അങ്ങനെ ആവണില്ല. ചില ആളുകൾ വിചാരിച്ചു സ്വത്തുണ്ടാക്കിയ സമാധാനം ഉണ്ടാവും. സ്വത്തുണ്ടാക്കി വെക്കുമ്പോഴോ ഉള്ള സമാധാനം കൂടി പോയി. ചില ആളുകൾ വിചാരിച്ച് കുടുംബ സംവിധാനത്തിലൂടെ അത് ഉണ്ടാക്കിയെടുക്കാം. ചിലത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുടുംബ സംവിധാനം ഇസ്ലാം പഠിപ്പിച്ചതുപോലെ അല്ലാത്തതിനുള്ള സമാധാനം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി. ചില ആളുകൾ മനസ്സിലാക്കിയത് സമാധാനത്തിന്റെ വഴികൾ സംഘടനയും രാഷ്ട്രീയവും അതേപോലുള്ള സംവിധാനങ്ങളും ഒക്കെയാണെന്നാണ്. പക്ഷെ അതിലൂടെയും ഒരുത്തന് സമാധാനം ഉണ്ടായാൽ ഈ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് മറ്റുള്ളവനൊക്കെ ഉണ്ടാകുന്നത് അസമാധാനക്കേടാണ്. ചുരുക്കത്തിൽ പടച്ച റബ്ബിൽ നിന്ന് കിട്ടേണ്ടുന്ന സംവിധാനം എപ്പോഴും ഇവിടെ ബാക്കി നിൽക്കുകയാണ്. അസ്വസ്ഥത ബാക്കിയാകുന്നു, സമാധാനക്കേട് തുടരുന്നു, ചൂഷണവിടെ വർദ്ധിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗം എന്താണെന്നറിയോ? ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗം എന്താണെന്നറിയോ? മനുഷ്യന്റെ മനസ്സിന് സമാധാനമുണ്ടാകാനുള്ള വഴി എന്താണെന്നറിയോ? മനുഷ്യന്റെ മനസ്സിന് സാന്ത്വനം, ആശ്വാസം, സുഖസുന്ദരമായ ഒരവസ്ഥാവിശേഷം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്റെ അനിവാര്യത മനുഷ്യരാഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് വിശദീകരിച്ചു തരികയാ. 13-ാമത്തെ അധ്യായം സൂറത്തുർ റഅദിന്റെ 28-ാമത്തെ വാചകത്തിലൂടെ കാണാ, الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാ. അതായത് വിശ്വസിക്കുകയും അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവർ അറിയണേ, അറിയണേ, ശ്രദ്ധിക്കണേ, ഗൗരവത്തോടുകൂടി വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾക്ക് സമാധാനമുണ്ടാകുന്നതെന്ന് പടച്ച റബ്ബിന്റെ ഖുർആൻ അങ്ങ് ഓതിയിട്ട് ലോകത്തെ ഏറ്റവും അധികം സമാധാനത്തിന്റെ വക്താവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പരിശുദ്ധമായ ശറഫാക്കപ്പെട്ട തിരുനാവ് കൊണ്ട് ലോകത്തെ അങ്ങ് പഠിപ്പിക്കുകയാ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ സമാധാനം. എന്താ പഠിപ്പിച്ചത്? വിശ്വസിക്കുകയും അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് സമാധാനമടയുകയും ചെയ്തവർ. എന്നിട്ട് പറയാണ്, വിശ്വസിക്കുകയും അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്തവർ. ഈ രണ്ട് മാർഗമാണ് സമാധാനത്തിന്റെ വഴിയായി ഖുർആൻ പഠിപ്പിക്കുന്നത്. ശരിക്കും നിങ്ങൾക്കും എനിക്കും മനസ്സിലായൊരു സംഗതിയാണത്. ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും ഉദാഹരണം പറഞ്ഞാൽ ആർക്കും പ്രയാസം തോന്നരുത്. നല്ല സ്നേഹമായിരിക്കും ചിലപ്പോഴൊക്കെ, അല്ലേ? ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കും. ചില സമയങ്ങളിൽ ആ സ്നേഹത്തിനിടയിൽ
ഏതെങ്കിലും ഒരു പരാതി, ആ പരാതി ചിലപ്പോ സ്നേഹത്തെ 1-2 ദിവസങ്ങളിലേക്ക് പിണക്കത്തിന്റെ രീതിയിലേക്ക് അതങ്ങോട്ട് പരിവർത്തിപ്പിക്കപ്പെടുന്നത് കാണാം. അപ്പൊ ശരിക്ക് വീട് അവിടെ ഇരിക്കുന്ന ഭാര്യ എന്ന് പറഞ്ഞപ്പോ നമ്മളെ മനസ്സിലെന്താ വരിക? സമാധാനമില്ല. ചിലപ്പോ സമാധാനമില്ല നമ്മൾ പറയാം. ഭാര്യയെ പറ്റി ഓർത്ത സമാധാനമില്ല, മക്കളെ പറ്റി ഓർത്ത സമാധാനമില്ല, പോരനെ പറ്റി ഓർത്ത സമാധാനമില്ല, കച്ചവടത്തെ പറ്റി ഓർത്ത സമാധാനമില്ല, രാഷ്ട്രീയത്തെ പറ്റി ഓർത്ത സമാധാനമില്ല. ഇലക്ഷൻ തീരുമ്പോ വാർഡിലാരെ ജയിച്ചെന്നാണ് ചിലർക്ക് സമാധാനം ഉണ്ടാകാതിരിക്കുന്ന കാര്യം. അതൊക്കെ ഓരോ കാര്യത്തിലും സമാധാനക്കേട്. എന്നങ്ങൾ അനുസരിച്ച് ലോകത്തുനിന്ന് വരെ, ഇത് വയലു പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് എങ്ങനെ പറയണത്, ലോകത്തുനിന്ന് വരെ ഭാര്യയെ പറ്റി പരിഭവം പറഞ്ഞ, ഭർത്താവിനെ പറ്റി പരിഭവം പറഞ്ഞ, സുഹൃത്തിനെ പറ്റി പരിഭവം പറഞ്ഞ, നാടിനെ പറ്റി പരിഭവം പറഞ്ഞ, ഏത് സംവിധാനങ്ങളെ പറ്റിയും പരിഭവം പറഞ്ഞവരുണ്ടാകും. പക്ഷെ ഇന്ന് വരെ പെറ്റമ്മനെ വരെ പലപ്പോ പരിഭവം പറഞ്ഞവരുണ്ടാവും. എന്നാലും എന്റെ അമ്മ അങ്ങനെ പറയേണ്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് വരെ അള്ളാഹുവിനെ പറ്റി പരിഭവം പറഞ്ഞ, എന്തിനാ പഠിച്ചോൻ അങ്ങനെ ചെയ്ത് എന്ന് ആലോചിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. ആലോചിക്കുന്നത് അള്ളാഹിനെ പറ്റി പരിഭവം പറയുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലല്ലോ. ജീവിതത്തിൽ പടച്ചോനെ പറ്റി പരിഭവം പറയുന്ന അവസ്ഥ വെച്ചിട്ടുണ്ടാവും. ഭാര്യനെ പറ്റി മക്കളെ പറ്റി ഒക്കെ പറയാം. ഓലാ പറഞ്ഞ് ശരിയായില്ല, ഈ ചെയ്ത് ശരിയായില്ല, എന്തായാലും ആ സുഹൃത്തെ ശരിയായില്ല, കഴിഞ്ഞ ആഴ്ച തരേണ്ട പൈസ ഈ ആഴ്ചയും കാണാനല്ല, അവനെ വിളിച്ചാൽ ഫോൺ എടുക്കൂല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. പൈസ കൊടുത്താൽ പിന്നെ യാതൊരു അഡ്രസ് ഉണ്ടാവില്ല. എഴുതി വെക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു, അതൊക്കെ നമ്മൾ പാലിച്ചില്ല, അത് വേറെ വിഷയം. പലരെ പറ്റി നമുക്ക്, പക്ഷെ അള്ളാഹിനെ പറ്റി നമ്മൾ പറയോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ എങ്ങനെ പോയാലും ആറ്റിക്കുറുക്കി വന്നാലും അവസാനം പടച്ചോനെ, അല്ലാഹുവേ, റബ്ബേ, റഹ്മാനെ, ഗഫൂറായ, റഹീമായ, ജബ്ബാറായ, മാലിക്കുൽ മുലൂക്കായ സുബ്ഹാന ജല്ല ജലാലു, അവസാനം ആറ്റിക്കുറുക്കി എത്തുന്നത് അല്ലാഹുവില. അവിടെ സമാധാനം നിലനിൽക്കുന്നു. അല്ലാഹു അക്ബർ. ആ അല്ലാഹുവിനെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രം സമാധാനം നിലനിൽക്കുന്നു. ആ അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന വഴികൾ അല്ലാഹു പഠിപ്പിക്കുകയാ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയാ. ആ ഓർമ്മയുടെ വിഷയങ്ങൾ അള്ളാഹുവും അവന്റെ ഹബീബായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചതിനെ ഫോളോ ചെയ്യുന്നിടത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി കടന്നു വരികയാ. അടിസ്ഥാനപരമായി ആരാണ് സമാധാനം എന്ന് ചോദിച്ചാൽ, നിസ്കരിച്ചിട്ട് സലാം വീട്ടിയിട്ട് അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളും പറയണ ഒരു വാക്കുണ്ടെന്നറിയോ? ആരാ സമാധാനം? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, അല്ലാഹുമ്മ അൻതസ്സലാം. എന്തൊരു വാചകം ആലോചിച്ച് നോക്കി നിങ്ങൾ. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, നീയാണ് സമാധാനം. അല്ലാഹുവേ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. വേറെ ഏതെങ്കിലും മാർഗങ്ങളിൽ അത് കടന്നു വരൂല. അതിനുവേണ്ടി അന്വേഷിക്കുന്ന മാർഗങ്ങളിൽ ഒരിടത്തും അത് ലഭിക്കൂല. ശാശ്വതമായ സമാധാനത്തിന്റെ കേന്ദ്രം നീയാണ്, അഭയം നീയാണ്, ആശ്വാസം നീയാണ്, സ്വസ്ഥത നിന്നിൽ നിന്നാണ്. ഏതൊരർത്ഥത്തിലും മനസ്സിന്റെ പ്രയാസങ്ങള്, വിഷമതകള് പരിഹരിക്കുന്നവൻ നീയാണ്. അല്ലാഹുമ്മ അൻതസ്സലാം. എന്തൊരു ഹൃദ്യമായ വാചകമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ പുറകെ ഒരു ദിക്റായി നമുക്ക് പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയിലുള്ളത്. അല്ലാഹുവേ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നേ പറ്റും. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹുവിലുള്ള സ്മരണ, പടച്ചറബിലുള്ള ഓർമ്മ, അള്ളാഹുവിനെ പറ്റിയുള്ള നിതാന്തമായ ബോധം, ജാഗ്രത, അതുമാത്രമാണ് സമാധാനം. വേറൊരു സമാധാനത്തിന്റെ വഴിയും ലോകത്തില്ല. അങ്ങനെ അള്ളാഹുവിനെ മാത്രം ആലോചിച്ച് ജീവിച്ചവനോ ഭയമോ ആശയക്കുഴപ്പമോ അസ്വസ്ഥതകളോ ഉണ്ടാവില്ല. റബ്ബിൽ അഭയം തേടി ജീവിക്കുന്നവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകൂല.
അവരെപ്പോഴും ശാന്തരും വേവലാതിയില്ലാത്തവരും സംതൃപ്തരും നിർഭയത്വവും സമാധാനവും ഉണ്ടാകും അവർക്ക് എന്ന് കൃത്യമായി ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കുകയാ. പ്രമുഖനായ സ്വഹാബിയ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു. അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റണമെന്ന വിധിയുണ്ടായി. കാലങ്ങ് മുറിച്ചു മാറ്റി. കാല് മുറിച്ചു മാറ്റുമ്പോ വിശഗ്വരന്മാര്, അന്നത്തെ വൈദ്യന്മാര് അദ്ദേഹത്തോട് പറഞ്ഞുപോയി, ഞങ്ങൾ നിങ്ങളെ വേദന അറിയാതെ കാല് മുറിക്കാനുള്ള മെഡിസിൻ നിങ്ങൾക്ക് തരാൻ പോവുകയാ. അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? വേണ്ട, എനിക്ക് എന്റെ റബ്ബിലുള്ള സ്മരണ മദീന. എന്നിട്ട് അവര് പച്ചയായി അദ്ദേഹത്തിന്റെ കാല് മുറിച്ചെടുത്തു. അൽഹംദുലില്ലാഹ്. അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. 2 കാലെനിക്ക് തന്ന റബ്ബ് അതിലെന്റെ ഒരു കാലങ്ങ് തിരിച്ചെടുത്തു. അൽഹംദുലില്ലാഹ്. അതങ്ങോട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴോ അദ്ദേഹത്തിന്റെ 6 മക്കളിൽ ഒരു മകനതാ മരണപ്പെട്ടു എന്ന വാർത്ത. അദ്ദേഹം പറയുന്നു, അൽഹംദുലില്ലാഹ്, എനിക്ക് റബ്ബ് 6 മക്കളെ തന്നു. ആ 6 മക്കളിൽ 5 എണ്ണത്തെ നിലനിർത്തിയിട്ട് പടച്ച റബ്ബ് എനിക്ക് തന്നതിനെ 1 റബ്ബ് അങ്ങോട്ട് തിരിച്ചെടുത്തു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ അൻതസ്സലാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നെഞ്ചത്ത് കൈയടിച്ചിട്ട് അമർത്തി വെച്ചിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞില്ല, വേവലാതിപ്പെട്ടില്ല. അല്ലാഹുവേ, 5 നേരം നിസ്കരിക്കുന്ന എനിക്ക് മാത്രം എന്തിനിങ്ങനെ ഒരു ദുർഗതി എന്ന് പൊതുവേ നമ്മൾ മുസ്ലിങ്ങളിൽ ചിലർ പറയുന്നത് പോലെ പറഞ്ഞില്ല. കാരണം എന്താ? റബ്ബാണ് സമാധാനം, അല്ലാഹുവാണ് സമാധാനം, അല്ലാഹുവിൽ നിന്നാണ് സമാധാനം എന്നത് ജീവിതത്തിന്റെ മേഖലകളിൽ ഉൾക്കൊണ്ടുപോയവരാണ് അവർ. നമ്മൾ ചില ചരിത്രം പഠിച്ചിട്ടില്ലേ? ചില സ്വഹാബത്തിനെ പറ്റി പഠിച്ചിട്ടില്ലേ? അസ്ത്രം കാലിൽ തറച്ചുപോയ സ്വഹാബിയെ പറ്റി പഠിച്ചിട്ടില്ലേ? ഹദീഥാ ചരിത്രം സഹീഹാണെന്ന വിശ്വാസത്തോടുകൂടി തന്നെ പറയട്ടെ, ആ അസ്ത്രം ധരിച്ചതിനെ ഊരിയെടുക്കാനുള്ള പരിശ്രമത്തിൽ സ്വാഭാവികമായി അദ്ദേഹം പറഞ്ഞുപോയൊരു വാചകത്തെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഞാൻ അള്ളാന്റെ മുന്നിൽ അങ്ങ് സുജൂദിൽ വീഴുമ്പോ, നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകുമ്പോ നിങ്ങൾ എന്റെ കാലിൽ തറച്ചുപോയ അസ്ത്രത്തെ വലിച്ചെടുക്കണേ. കാരണം എന്താ? റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് പിന്നെ ഒന്നിനെ പറ്റി യാതൊരു വേജാറുമില്ല, ഒരു വേവലാതിയില്ല. എന്റെ കാലൊരു മുറിയായപ്പോലും ഞാൻ അറിയില്ല, അസ്ത്രം വലിച്ചെടുത്താൽ പോലും ഞാൻ അറിയില്ല. കാരണം എന്താ? അല്ലാഹുമ്മ അൻതസ്സലാം. വളരെ കൃത്യമാണ്. പടച്ച റബ്ബാണ് സമാധാനം. ഞാൻ തുറന്നു ചോദിക്കട്ടെ വിശ്വാസികളെ, മുസ്ലിം സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഇങ്ങടെ മനസ്സിൽ ഇത്ര കാലമായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്, ഇത്ര കാലമായി സക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട്, ഇത്ര കാലമായി നോമ്പ് വെൽക്കാൻ തുടങ്ങിയിട്ട്, ഇത്ര കാലമായി നമ്മൾ ഉംറ ഹജ്ജൊക്കെ ചെയ്തു തുടങ്ങിയിട്ട്, ഇത്ര കാലമായി ദിക്റും ദുആയൊക്കെ നടത്തി തുടങ്ങിയിട്ട്, ഈ നിമിഷം വരെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്നിന്റെ വിഷയത്തിൽ നമുക്ക് ഇത്തരമൊരു മാനസികാവസ്ഥ കടന്നു വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ സംഘടനയുടെ പേര് പറഞ്ഞ്, രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ്, ഗ്രൂപ്പിസത്തിന്റെ പേര് പറഞ്ഞിട്ട് പരസ്പരം ആദർശ വിശദീകരണം എന്ന പേരിലൊക്കെ ഉള്ള ഉമ്മാക്കികൾ കാട്ടിയിട്ട് ആരെ പറ്റിക്കാനാ? അടിസ്ഥാനപരമായി എന്റെ റബ്ബെനിക്ക് സമാധാനമാണ് എന്ന ബോധം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ റബ്ബിനോട് എനിക്ക് എന്ത് ബന്ധമാ കൂട്ടരെ? അള്ളാഹുവോട് എന്ത് ബന്ധമാ? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ആ ബന്ധം നിലനിർത്താനും അത് മുറുകെയാകാനും ഈമാൻ വർദ്ധിപ്പിക്കാനും അല്ലാഹു സഹായിക്കുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ.